LDF സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ 8.5 വർഷത്തിൽ തൃശൂർ ജില്ലയിലെ കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ വന്നത് 1600 കോടിയുടെ വികസനം. AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിൽ വമ്പൻ വികസന പദ്ധതികളാണ് സമസ്ത മേഖലയിലും നടപ്പാക്കിയത്. ആ കാഴ്ചകൾ നവകേരളം നവമുന്നേറ്റം പങ്കുവയ്ക്കുന്നു. തൃശൂർ ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് കുന്നംകുളം നിയമസഭാ മണ്ഡലം. തലപ്പള്ളി താലൂക്കിലാണ് കുന്നംകുളം നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ കുന്നംകുളം നഗരസഭ, ചൊവ്വന്നൂർ, എരുമപ്പെട്ടി, കടങ്ങോട്, കാട്ടക്കാമ്പാൽ, പോർക്കുളം, വേലൂർ, കടവല്ലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നു. AC മൊയ്തീനാണ് നിലവിൽ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പേറിയ ധനകാര്യ സംവിധാനമാണ്, ബദൽ സംവിധാനമാണ് കിഫ്ബി. കേരളത്തിൻ്റെ തനത് വരുമാനം കൊണ്ട്, വിഭവ സമാഹരണം കൊണ്ട് മാത്രം അടിസ്ഥാന വികസനം സാധ്യമാവില്ല എന്ന് വന്നപ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രത്യേക നിധി എന്നുള്ള രീതിയിലുള്ള ആലോചന രൂപപ്പെട്ടത്. 1999 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഇതിൻ്റെ ആലോചനയുണ്ടായത്. പക്ഷേ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പശ്ചാത്തല സൗകര്യം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തി നിയമവിധേയമായ ഏറ്റവും സുശക്തമായൊരു ധനകാര്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് കിഫ്ബി രൂപപ്പെടുന്നത്. LDF സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ 8.5 വർഷത്തിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ വന്നത് 1600 കോടി രൂപയുടെ വികസനം. AC മൊയ്തീൻ MLAയുടെ നേതൃത്വത്തിൽ സമസ്ത മേഖലയിലും നടപ്പാക്കിയത് വമ്പൻ വികസന പദ്ധതികൾ. കിഫ്ബിയുടെ പ്രവർത്തനം കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കുന്നതിൽ, അതുപോലെ തന്നെ K-ഫോണിൻ്റെ കാര്യത്തിൽ, മലയോര ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും കാര്യത്തിൽ, അതുപോലെ തന്നെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ, കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെയും ആശുപത്രിയുടെയും നിലവാരം ഉയർത്താൻ, ഇറിഗേഷൻ പദ്ധതികൾക്ക് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കാനാണ് ശ്രമിച്ചത്. അത് പരിപൂർണ വിജയമായിരുന്നു. കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമമുണ്ടായിട്ടും ഈ നാട്ടിലെ എല്ലാ മേഖലയിലുമായി 82,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLAമാർ വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിർമ്മാണ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നതും ചിലത് പൂർത്തീകരിച്ചിട്ടുള്ളതും. അത്തരം ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരാൻ തുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. തീർച്ചയായും അത് കേരളത്തിന് അഭിമാനകരമായ ഒന്നാണ്. ആ പദ്ധതിക്കെതിരായി വർത്തമാനം പറഞ്ഞവരും പക്ഷേ അവനവൻ്റെ മണ്ഡലത്തിൽ ഈ പദ്ധതി വേണം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. പൊതുഗതാഗത സംവിധാനത്തിനായി 740.03 കോടി രൂപയും, ആരോഗ്യ മേഖലയ്ക്കായി 114.6 കോടി രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്കായി 83.21 കോടി രൂപയും, കായിക മേഖലയ്ക്ക് 59.42 കോടി രൂപയും, ടൂറിസം മേഖലയ്ക്ക് 19.32 കോടി രൂപയും, ഓഫീസുകൾ, കെട്ടിടങ്ങൾ എന്നിവയ്ക്കായി 38.24 കോടി രൂപയും, അങ്കണവാടി വായനശാലകൾക്ക് 3.46 കോടി രൂപയും, റവന്യൂ വകുപ്പിന് 27.09 കോടി രൂപയും, രജിസ്ട്രേഷൻ വകുപ്പിന് 2 കോടി രൂപയും,
ആഭ്യന്തരത്തിന് 4.13 കോടി രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 53.28 കോടി രൂപയും ലൈഫ് മിഷൻ പദ്ധതിക്കായി 95.71 കോടി രൂപയും ചികിത്സാ സഹായത്തിനായി 10.38 കോടി രൂപയും ഊർജ്ജ മേഖലയ്ക്ക് 135.55 കോടി രൂപയും ജലവിഭവത്തിനായി 53.98 കോടി രൂപയും കുടിവെള്ള പദ്ധതിക്കായി 42.10 കോടി രൂപയും വ്യവസായ സംരംഭങ്ങൾക്കായി 1 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ കിഫ്ബി പ്രഖ്യാപിച്ച ആദ്യത്തെ വർക്ക് പൂർത്തീകരിച്ച ഒന്നാണ് അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ്. 9 കിലോമീറ്റർ ദൂരം 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് BMBC നിലവാരത്തിൽ 2-3 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇപ്പോൾ കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിന് 59 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കാൻ പോവുക. 96 കോടി രൂപയുടെ ഭരണാനുമതിയുള്ള കുന്നംകുളം താലൂക്ക് ആശുപത്രി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുന്നംകുളം പട്ടണത്തിലെ തിരക്കൊഴിവാക്കി പോകാൻ കഴിയുന്ന ഒരു സമാന്തര സംവിധാനമാണ്. 48 കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പകുതിയിലധികം ദൂരം പുതിയ സാങ്കേതിക വിദ്യയിൽ അതിൻ്റെ ടാറിംഗ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി പണികൾ നടക്കാൻ പോവുക. കുന്നംകുളത്തെ റിംഗ് റോഡ് വികസനത്തിന് 63 കോടി രൂപയുടെ ഭരണാനുമതി ഫിനാൻഷ്യൽ സാങ്ഷനുമായിട്ടുണ്ട്. അതോടൊപ്പം ജംഗ്ഷൻ വികസനം ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഡർ പൂർത്തീകരിച്ച് പണി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കുന്നംകുളം പട്ടണത്തിലേക്ക് മാത്രം 120 കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നു. നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായിട്ട് ഇത് കിഫ്ബിയുടെ ഈ പണം കൊണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു വളർന്നു വരുന്ന നഗരപ്രദേശം എന്നുള്ള നിലയ്ക്ക് കുന്നംകുളത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് 14 കോടി രൂപയുടെ ഫിനാൻഷ്യൽ സാങ്ഷനായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആലോചന നടക്കുക. കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് 5 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. ബേലൂർ കുന്നംകുളം തൃശൂർ റോഡുകളിലേക്ക് 200 മീറ്ററും മറ്റം റോഡിൽ 70 മീറ്ററുമാണ് വികസിപ്പിക്കുക. ജംഗ്ഷനിൽ 25 മീറ്ററും വികസിപ്പിക്കും. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്, കുന്നംകുളം റിംഗ് റോഡ് വികസനം, വെട്ടിക്കടവ് ഫസ്റ്റ് റീച്ചിന്റെ ഭാഗമായുള്ള കീഴൂർ റോഡിൽ ടൈൽ വിരിക്കൽ, അത്താണി പുതുരുത്തി റോഡ്, അക്കിക്കാവ് നിലമ്പൂർ റോഡ് റീസ്റ്റോറേഷൻ ഇവയെല്ലാം മണ്ഡലത്തിലെ വികസന കുതിപ്പിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ മത്സ്യമാർക്കറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് മത്സ്യമാർക്കറ്റ് 4.5 കോടി രൂപ മുടക്കി മത്സ്യമാർക്കറ്റിൻ്റെ നവീകരണവും അതിനാവശ്യമായ പണവും കിഫ്ബിയാണ് മുടക്കിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായി മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന് ഏകദേശം 16 കോടിയോളം രൂപ വരുന്നതാണ്. അതിൻ്റെയും നിർമ്മാണം ആരംഭിക്കേണ്ട ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രങ്ങളായ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് ഗേൾസ് സ്കൂളുകളിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടം തുറന്നുകൊടുത്തു. കടവല്ലൂർ ഹൈസ്കൂൾ, എരുമപ്പെട്ടി ഹൈസ്കൂൾ, കൊച്ചനൂർ ഹൈസ്കൂൾ, പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണ പൂർത്തീകരണം എടുത്തു പറയേണ്ടതാണ്. കടവല്ലൂർ 5 കോടി രൂപ മുടക്കിയിട്ടുള്ള സ്കൂളും തയ്യൂർ, വേലൂർ, പഴഞ്ഞി, എരുമപ്പെട്ടി, കുന്നംകുളം ബോയ്സും ഗേൾസും ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിലെ മരത്തങ്കോട് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി ആയാലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂളുകൾക്കുമൊക്കെ കെട്ടിടം നിർമ്മിച്ചു നൽകി കിഫ്ബി ഫണ്ട് വഴിയാണ്.
സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രം ഏകദേശം 28 കോടി രൂപ കിഫ്ബി വഴി കുന്നംകുളം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. നെല്ലുവായി ഇട്ടോണം റോഡിൽ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക്. ആലിങ്കൽ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രം, കെട്ടിട നിർമ്മാണം, ലിഫ്റ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനം എല്ലാം എടുത്തു പറയേണ്ടതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് കിഫ്ബി ഫണ്ടിൻ്റെ പ്രയോഗം വഴി കുന്നംകുളത്ത് സാധ്യമായത് എന്നുള്ളത്. എത്രയോ കാലമായി മനുഷ്യൻ ആഗ്രഹിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ പിണറായി വിജയൻ സർക്കാരിനായി അത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങൾ നാളത്തെ കേരളത്തെ, ഭാവി കേരളത്തെ, ചെറുപ്പക്കാരുടെ കേരളത്തെ, തൊഴിലന്വേഷകരുടെ കേരളത്തെ ഒരു നവകേരളം സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബദൽ സംവിധാനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ മേഖലയിലും വികസനം എത്തിച്ച് കുന്നംകുളം മണ്ഡലത്തെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളുമായി തൃശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലം. ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത മേഖലകളിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ നാടിന്റെ മുഖച്ഛായ ഒന്നാകെ മാറ്റി. മണലൂരിന്റെ വികസന കാഴ്ചകളുമായി നവകേരളം നവമുന്നേറ്റം. ആയിരത്തി 1957 രൂപീകരിക്കപ്പെട്ട നിയമസഭ അതിൻ്റെ സമസ്ത മേഖലയിലുമുള്ള പുരോഗമന വിപ്ലവ നിലപാടുകളും ലോകചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. EMS സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ നയമാണ് പിന്നീട് വിമോചന സമരത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. മുണ്ടശ്ശേരി മാഷിനെ കേരള നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലമെന്ന ഖ്യാതിയും ചരിത്രവും സ്വന്തമായുള്ള മണ്ഡലമാണ് തൃശൂർ ജില്ലയിലെ മണലൂരിൻ്റേത്. ഒന്നാം EMS സർക്കാർ പടിയിറങ്ങിയപ്പോഴുണ്ടായ തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീടിങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തട്ടകമാണ് മണലൂർ. 60-ൽ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിയിലൂടെ കോൺഗ്രസ് തട്ടകമായ മണലൂരിൽ N ദേവസ്വക്കുട്ടിയും ഹേസ്റ്റൺ മാസ്റ്ററും റോസമ്മ ചാക്കോയും തുടർച്ചക്കാരായി. സാക്ഷാൽ VM സുധീരൻ 3 തവണ മണ്ഡലത്തിന്റെ സാരഥിയായി നിയമസഭയിലെത്തി. 2006-ൽ മുരളി പെരുന്നല്ലി എന്ന നേതാവിലൂടെ മണലൂർ വീണ്ടും ഇടതുമുന്നണിയുടേതായി മാറി. 2011-ൽ PA മാധവൻ മണ്ഡലം UDFിൻ്റെതാക്കിയെങ്കിലും 2016 മുതൽ മണലൂർ മുരളി പെരുന്നല്ലിയിലൂടെ LDFിനൊപ്പമാണ്. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കിഫ്ബിയുടെ മേഖലയിൽ വളരെ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. കിഫ്ബി അതിന് 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുമ്പൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം കിഫ്ബി മേഖലയിൽ കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് പശ്ചാത്തല സൗകര്യ മേഖലയിൽ കേരളത്തിൽ നടന്നു വരുന്നത്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ റോഡ്, പാലങ്ങൾ, മറ്റ് കെട്ടിടങ്ങൾ തുടങ്ങിയ സമസ്ത മേഖലയിലും നമുക്കിപ്പോൾ കിഫ്ബിയുടെ കയ്യൊപ്പ് കാണാൻ കഴിയുകയാണ്. 80,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് കീഴിൽ നടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ വീതം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ആദ്യ ജനാധിപത്യ സർക്കാരിൻ്റെ ആത്മാവും അതിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ നിലപാടുകളും കൊടിയടയാളവും പേറുന്ന മണലൂർ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സ്വായത്തമാക്കിയത് വികസനത്തിൻ്റെ ഹൃദയസ്പർശിയായ ചരിത്രമാണ്. കഴിഞ്ഞ 1 വർഷക്കാലം മാത്രം മണ്ഡലത്തിൻ്റെ വികസന ഭൂപടത്തിലുണ്ടായ മാറ്റത്തിൻ്റെ കണക്ക് മാത്രം മതി ഇത് അടയാളപ്പെടുത്തുവാൻ. അപ്പോൾ മണലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 5 കോടി രൂപ വീതം 2 ഹയർ സെക്കൻഡറി സ്കൂളിനും മുല്ലശ്ശേരി അതുപോലെ കണ്ടശാങ്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിനും ലഭിച്ചതിൻ്റെ പണി വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിൽ മറ്റ് ചില സ്കൂളുകൾക്ക് 2 കോടി 1 കോടി രൂപ വീതമുള്ള മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്, മുണ്ടശ്ശേരി മാസ്റ്റർ കണ്ടശാങ്കടവ് സ്കൂളിന് വീണ്ടും 1 കോടി രൂപ, വാടാനപ്പള്ളി സ്കൂളിന് 1 കോടി രൂപ. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ രൂപത്തിൽ വലിയ ഇടപെടലാണ് കിഫ്ബി വഴി ലഭിച്ചിരിക്കുന്നത്. അത് വളരെയേറെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആരോഗ്യ മേഖലയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതലുള്ള
പ്രവർത്തനം മെച്ചപ്പെടുത്തി ആരോഗ്യ കേരളത്തിന്റെ മാതൃകയ്ക്കൊപ്പം നിൽക്കുകയാണ് ഇന്ന് ഈ മണ്ഡലം. മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ 20 കോടി രൂപ മുതൽ മുടക്കി പുതിയ വാർഡ് കെട്ടിടം നിർമ്മിച്ചു. അതേപോലെ ആശുപത്രി എല്ലാവർക്കും നല്ല ചികിത്സ ലഭിക്കാൻ കഴിയത്തക്ക നിലയിൽ ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും ഒരു ഐസൊലേഷൻ വാർഡ് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ അവിടെ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ബാക്കി MLAയുടെ ഫണ്ട് കൊണ്ട് ഒരു ഐസൊലേഷൻ വാർഡ് അവിടെ പണി പൂർത്തീകരിച്ചു. അതിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 5 കോടി രൂപ വീതം മുതൽ മുടക്കി മുല്ലശ്ശേരി കണ്ടശം കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങളും കെട്ടിടങ്ങളും പൂർത്തിയാക്കി. മണ്ഡലത്തിലെ മറ്റ് പ്രൈമറി സ്കൂളുകൾക്ക് മാത്രമായി 9 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ഗതാഗത മേഖലയിൽ നടപ്പിലാക്കിയ റോഡ് നിർമ്മാണ പദ്ധതികളും നിരവധിയാണ്. അതിൽ റോഡുകളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കേച്ചേരി അക്കിക്കാവ് റോഡ് 2 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 80 കോടി രൂപയുടെ മേഖലയാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രംഗത്തുള്ളത്. അതിൻ്റെ പണി ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുടിവെള്ള മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 88 കോടി രൂപയോളം ആണ് നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പൂർണ്ണമായും മണലൂരല്ല, തീരദേശത്തെ പഞ്ചായത്തുക്ക് ഗുണകരമായ വിധത്തിൽ മണലൂർ മണ്ഡലത്തെ വാടാനപ്പള്ളി ഏറ്റവും തീരദേശത്ത് കിടക്കുന്ന വാടാനപ്പള്ളിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിൽ കൂടി ആ പദ്ധതി യാഥാർത്ഥ്യമാകും. അതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനും സമീപ പഞ്ചായത്തുകളും കൂടി ചേർന്നിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതിയുണ്ട്. ആ സമീപ പഞ്ചായത്തുകളിൽ മണലൂർ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് മൊത്തം അതിൻ്റെ എസ്റ്റിമേറ്റ് 212 കോടി രൂപയാണ്. അപ്പോൾ അതിൻ്റെ വിഹിതമായിട്ടുള്ള മണലൂർ മണ്ഡലത്തിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ രൂപത്തിൽ കിഫ്ബിയുടെ സേവനം വളരെയേറെ മെച്ചപ്പെട്ടതാണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പാവറട്ടി വില്ലേജ് ഓഫീസ് സ്മാർട്ട് ഓഫീസാക്കി മാറ്റി. ഇതിന് 45 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പാവറട്ടി പെരിങ്ങാട് പുഴശേഖരവും പുഴയും സംരക്ഷിത പ്രദേശമാക്കി മാറ്റിയതും ഏറെ ശ്രദ്ധേയമായ വികസന പ്രവർത്തനമാണ്. പഴുവായി പാവറട്ടി റോഡ് നവീകരണത്തിന് 150 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ബൈപ്പാസ് റോഡ് നേരത്തെ ഞാൻ പറഞ്ഞാണ് കേച്ചേരിയക്കിക്കാവ് റോഡ്. തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റോഡ് അത് കിഫ്ബിയിൽ ഉൾക്കൊള്ളിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ പ്രപ്പോസലിൽ കിടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട റോഡാണ് തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി സ്റ്റേറ്റ് ഹൈവേ. തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് കടലോരത്തേക്ക് അല്ലെങ്കിൽ സമുദ്രതീരത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡാണ് തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റോഡ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അതിലൂടെ കടപ്പുറത്തേക്ക് ഏറ്റവും എത്താൻ പറ്റുന്ന ഒരു റോഡാണത്. അപ്പോൾ അതിനെ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് മുൻകാലത്തെ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ വികസന പൂർണ്ണതയിലായിട്ടില്ല. വൻതോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ട പ്രവർത്തനം വരുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം 50 കോടിയുടെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ വലിയൊരു പ്രപ്പോസലാണുള്ളത്. അത് അംഗീകാരം ആയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. തീരദേശ ഹൈവേയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. വാടാനപ്പള്ളി പഞ്ചായത്തും തീരദേശ റോഡുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ സേവനം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോ എല്ലാറ്റിനെയും അക്കമിട്ട് നിരത്തുകയല്ല. തൃപ്രയാർ കാഞ്ഞാണി ചാവക്കാട് റോഡ് നവീകരണവും പൂർത്തിയായി വരുന്നു. തദ്ദേശ റോഡുകൾക്കായി 25 ഇടത്തേക്ക് 6.5 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി എലുമാവ് കായലിൽ വാട്ടർ സ്പോർട്സ് സെന്റർ സ്ഥാപിച്ചു. ബോട്ടിങ്ങിനും കയാക്ക് എന്നിവയും ഇവിടെ ഇതിൻ്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ട്. വളരെ ഗുണകരമായ വിധത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ, വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക്, ഇതിനൊക്കെ കഴിയത്തക്ക നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടാനുകോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട് കിഫ്ബി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ്. കിഫ്ബി അതിന് 25ാം വാർഷികം ആഘോഷിക്കുന്നത്. 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ കിഫ്ബിയുടെ കഴുത്തിന് പിടിക്കാനുള്ള ചില പരിശ്രമങ്ങളും കേന്ദ്ര നിലവാരത്തിൽ നിന്ന് നടന്നു വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത വിധം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് കിഫ്ബി വഴി ഇവിടെ പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മണലൂർ മണ്ഡലത്തിന് ലഭിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും
എല്ലാവിധ നന്ദിയും സർക്കാരിനോട് രേഖപ്പെടുത്തുകയാണ്. സമസ്ത മേഖലയിലും വികസനത്തിന്റെ അതിവേഗ കുതിപ്പിലാണ് മണലൂർ നിയമസഭാ മണ്ഡലം.